ആരാണ് മനുഷ്യൻ? മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ മനസ്സാണ്. അതേ മനുഷ്യൻ്റെ ഏറ്റവും നല്ല മിത്രവും അവൻ്റെ മനസ്സാണ്. മനുഷ്യൻ എന്നാൽ അവൻ്റെ മനസ്സാണ്. ആ മനസ്സ് ചിലപ്പോൾ വാടിപ്പോകാം, തളർന്നു പോകാം, കത്തിപ്പോകാം. പക്ഷേ ആ മനസ്സിന് നിങ്ങളെ കത്തിജ്വലിപ്പിക്കുവാനും നിങ്ങളെ ശക്തനാക്കുവാനും സാധിക്കും. ഞാൻ മുഹമ്മദ് മുസ്തഫ, കമ്മ്യൂണിക്കേഷൻ കോച്ച്, ബ്രിട്ടീഷ് അക്കാഡമി. പ്രിയമുള്ളവരെ, നമ്മൾ മലയാളികൾ ആരോഗ്യത്തിനും വ്യായാമത്തിനുമൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നാണ് മാനസികാരോഗ്യം എന്നുള്ളത്. മനസ്സിനെ ദുർബലപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചുറ്റിലും സംഭവിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്. ചിലരൊക്കെ ആ വേദനയിലും പ്രയാസത്തിലും അലിഞ്ഞില്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ, അതിജയിക്കണമെങ്കിൽ ശക്തമായൊരു മനസ്സ് നമുക്ക് കൂടിയേ തീരൂ. മലയാളിയുടെ മാനസികാരോഗ്യം കുറഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണമാണ് ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകളൊക്കെ. നിങ്ങൾക്കറിയുമോ, ആത്മഹത്യാ നിരക്കിൽ ഇന്ത്യയിൽ ഇന്ന് കേരളത്തിൻ്റെ സ്ഥാനം 3-ാമതാണ്. ഈ വാർത്ത ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ തിരക്കുള്ള ലോകത്ത് ആർക്കും ആരോടും സംസാരിക്കുവാനോ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാനോ സമയമില്ലാത്തത് കൊണ്ട് തിരക്കുള്ള ലോകത്തിൽ എല്ലാവരും അവനവനിലേക്ക് ഒതുങ്ങി ജീവിക്കുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ആശയവിനിമയം ഒരു ആഗോള ലായകമാണ്. നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ആശയവിനിമയത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇവിടെയാണ് കേൾക്കാൻ ആരുമില്ലാത്തവർക്ക് കേൾക്കാൻ ഒരിടമായി റിയ കൗൺസിലിംഗ് ഹബ്ബ് കടന്നു വരുന്നത്. ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ ശ്രീമതി ബേനസീർ പാലക്കാടും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ശ്രീമതി അനൂജയും നേതൃത്വം നൽകുന്ന ഈ പദ്ധതിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.